ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ഞാൻ വന്നിട്ടുള്ള ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് ലാലേട്ടം വന്ന എപ്പിസോഡാണ് ഞാൻ പറയാൻ വന്നിട്ട്. വീക്കെൻഡ് എപ്പിസോഡാണ് ഞാൻ പറയാൻ വന്നിട്ടുള്ള. പല നമസ്കാരം, നമുക്ക് തുടങ്ങി. അപ്പോൾ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടം വന്നിട്ട് ഇന്നലത്തെ ഒരു ഇതും കാണിക്കുന്നുണ്ടാണ്. ജയിൽ നോമിനേഷനിൽ കിടന്ന ആര്യനെയും മറ്റേ ജിഷയിലിനെയും കാണിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വെച്ച് ശുചിത്വത്തെക്കുറിച്ചിട്ടാണ് ലാലേട്ടൻ വന്ന് നോക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലൊക്കെ കയറി പരിശോധിക്കുന്നുണ്ട്. പിന്നെ ആ ഒരു നായയും വന്നിട്ടുണ്ട്, നോക്കി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുഴപ്പമില്ലാത്ത രീതിക്കാണ് വെറ്റികൾ ശുചിത്വമായിട്ട് വെച്ചിട്ടുള്ളൂ. പിന്നെ ഒരു പ്ലേറ്റ് കഴുകാണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ലാലേട്ടൻ ആ ഒരു ബേസിനുള്ളിൽ ഇടുന്നുണ്ട്. അതൊക്കെ വെള്ളം തുറന്ന് വിടുന്നുണ്ട് ലാലേട്ടൻ. പിന്നെ ലാലേട്ടൻ്റെ നല്ല രീതിക്ക് അവർ പൊരിച്ചെടുത്തിട്ടുണ്ട്. ആര്യൻ, മറ്റേ ഒനിയൻ സാബു, പിന്നെ നമ്മുടെ അക്ബർ, എല്ലാവരെയും എടുത്തിട്ട് പറയുകയാണെങ്കിൽ എല്ലാവരെയും ലാലേട്ടൻ പൊരിച്ച് വാരി എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല എണ്ണയിൽ കോരി എടുക്കാൻ അത്രയും പൊരിച്ചിട്ടുണ്ടായിരുന്നു ലാലേട്ടൻ. ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡ് എനിക്ക് സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടു. പേഴ്സണലി എനിക്ക് സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനത്തെ ലാലേട്ടനാണ് നമുക്ക് ആവശ്യമുള്ളത്. പിന്നെ ലാലേട്ടൻ ക്വസ്റ്റ്യനുകൾ ഓരോരോ ടാസ്കുകളെ കുറിച്ചിട്ടും ടാസ്കുകൾ എന്തുകൊണ്ടാണ് ഫെയിൽഡായത്, മുട്ടയടിക്കാത്തത് എന്താണ് എന്നതിനെ കുറിച്ചിട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. ആര്യനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. പിന്നെ അവിടെ മുട്ടയടിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ആരൊക്കെയാണ് എന്നുള്ളത് ചോദിക്കുന്നുണ്ടായിരുന്നു. ആ പണി ചെറുതാണെങ്കിൽ ഞാൻ അടിക്കില്ല ലാലേട്ട എന്നൊക്കെ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു ലെവലിൽ പറയുന്നുണ്ടായിരുന്നു. ഞാൻ അടിക്കുക ലാലേട്ട എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ പോലും അനുമോളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും ചോദിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും ഒരു താല്പര്യമില്ലാത്ത രീതിക്കാണ് പറഞ്ഞു പോയിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഈ പണിപ്പുര ടാസ്കിൽ മറ്റേ കേക്കൊക്കെ കഴിച്ചിട്ടുണ്ടായില്ല, അതൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു, എന്താണ് അതിൻ്റെ ടേസ്റ്റും മറ്റുള്ള കാര്യങ്ങളും എല്ലാം ചോദിച്ച് പോയിട്ട് ഒരു കിടിലൻ ഒരു എപ്പിസോഡ്. പിന്നെ അക്ബറിൻ്റെ ഉമ്മീനെ വിളിക്കുന്നുണ്ടായിരുന്നു. വിളിച്ചിട്ട് ഉപദേശിക്കുന്ന മാതിരി അമ്മ അവിടെ ഫോണിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കേട്ടാൽ തെറിവിളിയും കുറച്ച് കൂടുതലാണ് ബിഗ് ബോസ് ഇപ്പോൾ തുടങ്ങിയത് എന്ന് പറഞ്ഞാൽ. കുറച്ച് തെറിവിളികളൊക്കെ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ എല്ലാവരും തെറിവിളിക്കുന്നു. ഒനിയൻ സാബുമൊക്കെ എന്താണ് അവിടെ കിടന്ന് പൂന്ത് വിളയാടുകയാണ്. അവർക്ക് എല്ലാവർക്കും ലാലേട്ടൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പിന്നെ എലിമിനേഷൻ റൗണ്ടിൽ കലാഭവൻ സരികയാണ് പുറത്തേക്ക് പോയിട്ടുള്ളത്. ഈ ഒരു വ്യക്തി ആദ്യമേ പറയും, കുറേ പേരൊന്നും എന്നോട് ബിഗ് ബോസിനകത്തേക്ക് പോകണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടോക്കൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് ലാലേട്ടൻ്റെ ഉമ്മത്ത് വെച്ച് പറയുന്നത്. ഇതൊരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്നാണ് എന്നാണ് കലാഭവൻ സരികയാണെങ്കിൽ അവിടെ നിന്നിട്ട് വാചാലനായി സംസാരിക്കുന്നത്. ഒരു നോമിനേഷൻ ഞാൻ വിചാരിച്ചില്ല കലാഭവൻ സരികയാണ് പുറത്തേക്ക് പോകുന്നത് എന്നുള്ളത്. ഒരു കിടിലൻ ഒരു എപ്പിസോഡ് തന്നെയാണ്. ലാലേട്ടൻ്റെ ആറാട്ടാണ് ഇന്നലെ കണ്ടിട്ടുള്ളത്.